നമസ്കാരം. റിപ്പബ്ലിക് ദിനത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭഗവന്ത് മന്നിനെ വധിക്കും എന്നുള്ള ഭീഷണി മുഴക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഖാലിസ്ഥാൻ ഭീകരവാദിയും സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ തലവനുമായ ഗുർപത്വന്ത് സിംഗ് പന്നൂൻ. ജനുവരി 26 ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രിക്കെതിരെ സംഘടിത ആക്രമണം നടത്തണമെന്ന് ഗുണ്ടാ സംഘങ്ങളോടാണ് നിലവിൽ പന്നൂൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. സിഖ് യുവാക്കളെ കൊല്ലുന്നതിന് വേണ്ടി, അതായത് വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഇന്ത്യൻ പോലീസ് സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്ന ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം കൂടി പന്നൂൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു ഉദാഹരണം കൂടി പരാമർശിക്കുന്നുണ്ട്. അതായത് 1992 ആക്രമണത്തിന് തുടക്കമിട്ട മുഖ്യമന്ത്രി ബിയാന്റെ അതേ പാതയിൽ തന്നെയാണ് മൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന ഗുരുതര ആരോപണമാണ് പന്നൂൻ മുന്നോട്ട് വെക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, മറിച്ച് പഞ്ചാബിന്റെ സംസ്ഥാനത്തിന്റെ പോലീസ് DGP ആയ ഗൗരവ് യാദവിനെ കൊല്ലുമെന്നുള്ള ഭീഷണി കൂടി ഇതിനോടൊപ്പം ഉണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ, പാർലമെന്റിന്റെ ഉദ്ഘാടനമായിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രത്യേകമായ എന്ത് ഇവന്റ് നടക്കുമ്പോഴും പന്നൂന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ശ്രേണിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പബ്ലിക് ദിനത്തിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയെ കൊല്ലും എന്നുള്ള ഒരു ഭീഷണി കൂടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഭീഷണിയെ ഒരിക്കലും പഞ്ചാബ് സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ ഏജൻസികളോ സുരക്ഷാ ഏജൻസികളോ നിസ്സാരമായി തള്ളിയിട്ടില്ല. മറിച്ച് പഞ്ചാബിൽ ശക്തമായ സുരക്ഷ തന്നെയാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ ഭഗവന്ത് മന്നിന് വേണ്ടി. ഇതിന് മുൻകാലങ്ങളിലൊക്കെ BJP നേതാക്കൾക്കെതിരെയും അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരായിരുന്നു പന്നൂന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെങ്കിൽ ഇപ്പോൾ അതിനും ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയിലേക്കും പഞ്ചാബിലേക്കുമായി പന്നൂൻ എത്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിക്കും ഒടുവിൽ ഒരു സുരക്ഷാ ഭീഷണി അല്ലെങ്കിൽ കൊല്ലും എന്നുള്ള വധഭീഷണി പന്നൂന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.